Hi friends, welcome to TechiSpace Malayalam. Channel ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ എല്ലാ ആഴ്ചയും പുതിയ ഗീവുകൾ നമ്മുടെ ചാനലിൽ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Poco X2 ന്റെ ഗെയിമിംഗ് റിവ്യൂ ആണ്. നമ്മൾ ആദ്യം തന്നെ കളിച്ചു നോക്കാൻ പോകുന്നത് Pubg ആണ്. അതിനുശേഷം നമ്മൾ Call of Duty, അതുപോലെ തന്നെ PES 2020, Asphalt 9, Free Fire എന്ന ഗെയിമുകളൂടെ നമ്മൾ കളിക്കുന്നതാണ്. 15000 രൂപ സെഗ്മെന്റിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു ഫോണാണ് Poco X2. അപ്പോൾ അതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 100%, ടെമ്പറേച്ചർ 31.4 ഡിഗ്രി ആണ്. നമ്മൾ ആദ്യം തന്നെ കളിച്ചു നോക്കാൻ പോകുന്നത് Pubg ആണ്. നമുക്ക് Pubg മാക്സിമം HD ഗ്രാഫിക്സ് ലെവലിലും ഹൈ ഫ്രെയിം റേറ്റിലും നമുക്ക് കളിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഡിഫോൾട്ട് സെറ്റിങ്സും അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കളിച്ചു നോക്കാൻ പോകുന്നത് ഡിഫോൾട്ട് സെറ്റിങ്സിലാണ്. 17000 രൂപ ബഡ്ജറ്റിലാണ് Poco X2 ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്നാപ്ഡ്രാഗൺ 730G ഗെയിമിംഗ് പ്രോസസ്സറാണ് Poco X2 വരുന്നത്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ് നമുക്ക് Poco X2 അവൈലബിൾ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ലാർജ് ഡിസ്പ്ലേ സൈസാണ് നമുക്ക് Poco X2 ലഭിക്കുന്നത്. 16.94 സെൻറ്റിമീറ്ററിൻ്റെ 16.94 സെൻറ്റിമീറ്റർ അഥവാ 6.67 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് നമുക്ക് Poco X2 വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസും ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസും നമുക്ക് തീർച്ചയായിട്ടും Poco X2 ലഭിക്കുന്നുണ്ട്. നമുക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഫ്രെയിം ഡ്രോപ്സ് മാത്രമാണ് നമുക്ക് Poco X2 Pubg കളിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് Poco X2 ലഭിക്കുന്നുണ്ട്. കാര്യമായ ഫ്രെയിം ഡ്രോപ്സ് ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതായത് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കളയുന്ന രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സ് ഒന്നും നമുക്ക് Poco X2 കാണാനായിട്ട് സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും നല്ലൊരു ഗെയിമിംഗ് ഫോണാണ് Poco X2. നിലവിൽ നമുക്ക് 15 രൂപ സെഗ്മെൻറ്റിൽ നമുക്ക് Realme 6, Realme 6 Pro, 731, Redmi Note 9 Pro എന്നീ ഫോണുകൾ അവൈലബിൾ ആണ്. പക്ഷേ ആ ഫോണുകൾ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിലും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് നമുക്ക് Poco X2 കാണാനായിട്ട് സാധിക്കുന്നത്. Poco X2 അങ്ങനെ ഒഴിവാക്കി കളയാൻ നമുക്ക് കഴിയില്ല. നല്ലൊരു പെർഫോമൻസ് നമുക്ക് Poco X2 കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു 15-20 മിനിറ്റ് നമ്മൾ Pubg കളിച്ചു. 97% ബാറ്ററി ലെവലുണ്ട്. ടെമ്പറേച്ചർ 39.5 ഡിഗ്രിയാണ്. നമുക്ക് റെഡ്മിയുടെ മറ്റ് ഫോണുകൾ ഇപ്പോൾ 9 Pro ആണെങ്കിലും 8 Pro ആണെങ്കിലും ഒക്കെ നമുക്ക് കുറേയും കൂടി ഹീറ്റിംഗ് ഇഷ്യൂ നമ്മൾ കണ്ടിരുന്നു. ഒരു 43 ഡിഗ്രി വരെയൊക്കെ ഫോൺ ഹീറ്റാവുമെന്ന് നമ്മൾ കണ്ടിരുന്നു. ഇവിടെ നമുക്ക് അത്രയും ഹീറ്റ് ഇനി തുടർന്ന് ഗെയിമിംഗ് കളിക്കുമ്പോൾ നമുക്ക് വരുമോ നോക്കാം. അടുത്തതായിട്ട് നമ്മൾ കളിച്ചു നോക്കാൻ പോകുന്നത് Call of Duty എന്ന ഗെയിമാണ്. Call of Duty ഇപ്പോൾ കുറേ നാളായിട്ട് നല്ല രീതിയിൽ കയറി വരുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ കളിക്കാത്തവരാണെങ്കിൽ, ഒരുപാട് ഗെയിമിനൊക്കെ അഡിക്ഷൻ ഉള്ളവരാണെങ്കിൽ Call of Duty ഒന്ന് കളിച്ച് നോക്കുക. നല്ല രീതിയിലുള്ള ഗ്രാഫിക്സ് ലെവലൊക്കെ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് ഗെയിം കളിക്കാനായിട്ട് പറ്റുന്നൊരു ഗെയിമാണ്. I'm hurt. Friendly stealth chopper inbound. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 94%, ടെമ്പറേച്ചർ 37.7 ഡിഗ്രിയാണ്. തീർച്ചയായും നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് റെഡ്മിയുടെ ഭാഗത്തുനിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. റെഡ്മിയുടെ സാധാരണ ഫോണുകളിൽ ഒരു 43 വരെയൊക്കെ ഹീറ്റിംഗ് പോകാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ കുറേയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് ഒഴിവാക്കാനായിട്ട് റെഡ്മിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ലെവലാണെങ്കിലും ബാറ്ററി കൺസംഷൻ വളരെ കുറഞ്ഞ രീതിയിലാണ് ബാറ്ററി കൺസംഷൻ സാധിക്കുന്നത്. ഇനി നമ്മൾ കളിച്ചു നോക്കാൻ പോകുന്നത് Asphalt 9 എന്നൊരു റേസിംഗ് ഗെയിമാണ്. നമുക്ക് Asphalt 9 വളരെ സ്മൂത്തായിട്ട് തന്നെ Poco X2 കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു രീതിയിലുള്ള ലാഗും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി തന്നെ നമുക്ക്
ആസ്ഫോൾട്ട് 9 കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായും ഗെയിമേഴ്സിന് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പോക്കോ X2. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 93%, 38.4 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. ഒരു കാര്യമായിട്ടുള്ള ഒരു ഇഷ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ നമുക്ക് PES 2020 എന്ന ഗെയിം കളിച്ചു നോക്കാം. PES 2020 നമുക്ക് വളരെ സ്മൂത്തായിട്ട് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി തന്നെ പോക്കോ X2 കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഗെയിമിംഗ് എക്സ്പീരിയൻസ് കളയുന്ന രീതിയിലുള്ള ഒരു ലാഗും നമുക്ക് പോക്കോ X2 കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 91%, ടെമ്പറേച്ചർ 38.9 ഡിഗ്രിയാണ്. പിന്നെ നമുക്ക് അവസാനമായിട്ട് ഫ്രീ ഫയർ കൂടി ഒന്ന് കളിച്ചു നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു 17 രൂപ സെഗ്മെൻറ്റിൽ തീർച്ചയായിട്ടും വലിയൊരു വ്യത്യാസമൊന്നും നമുക്ക് റിയൽമി 6 പ്രോയിലാണെങ്കിലും റെഡ്മി നോട്ട് 9 പ്രോയിലാണെങ്കിലും ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷേ ഇനി നമുക്ക് കുറച്ചും കൂടി പ്രതീക്ഷയുള്ളത് 9 പ്രോ മാക്സിലാണ്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഗെയിമിംഗ് പെർഫോമൻസ് നമ്മൾ അതിലാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ, അതായത് ഇപ്പോൾ പോക്കോ X2 ആണെങ്കിലും സാംസങ് M31 ആണെങ്കിലും 6 പ്രോ ആണെങ്കിലും നോട്ട് 9 പ്രോ ആണെങ്കിലും ഒക്കെ ഏകദേശം ഒരേ റേഞ്ചിൽ വരുന്ന ഫോണുകളാണ്. കാരണം നമ്മൾ സാംസങ്ങിലേക്കൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് പോക്കോ X2 നല്ല റീഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗെയിമിങ്ങിന് മാത്രമല്ല മൊത്തത്തിൽ നല്ലൊരു ഡിവൈസ് തന്നെയാണ് പോക്കോ X2. നമുക്ക് ഫ്രീ ഫയറും വളരെ സ്മൂത്തായിട്ട് തന്നെ പോക്കോ X2 കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി തന്നെ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 15 രൂപ 17 രൂപ സെഗ്മെൻറ്റിൽ പോക്കോ X2 തീർച്ചയായും നല്ലൊരു ഓപ്ഷനാണ്. ഗെയിമേഴ്സിന് തീർച്ചയായും ഇഷ്ടപ്പെടുന്നൊരു ഫോൺ തന്നെയാണ് പോക്കോ X2. കാരണം നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് പോക്കോ X2 ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ചെറിയ ഫ്രെയിം ഡ്രോപ്സ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാനും നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് പോക്കോ X2 കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 86%, ടെമ്പറേച്ചർ 40 ഡിഗ്രിയാണ്. പക്ഷേ ഒരു ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ചെറിയ രീതിയിൽ 40 വരെ ആണ് മാക്സിമം നമ്മൾക്കിപ്പോൾ ടെമ്പറേച്ചർ കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മളെല്ലാ ആഴ്ചയും പുതിയ പുതിയ ഗെയിമുകൾ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.